എല്ലാവർക്കും മൈമെന്റർ PSC ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. 2023-24 നടന്ന PSC പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് LDC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്കോളം വെയിറ്റേജ് കറണ്ട് അഫയേഴ്സിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക. മാത്രമല്ല, നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ ഓരോ ചോദ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റ് കിട്ടും. ആ പോയിന്റ് നോട്ട് ചെയ്യുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോട്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി പോയിന്റുകൾ നിങ്ങൾ കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മൈമെന്റർ PSC ആപ്പിൽ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് SCRT മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി തന്നെ നമ്മൾ 4 മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തു. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഒരു മോഡൽ എക്സാം ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താണ് പഠിക്കേണ്ടത്. നമുക്കിനിയിപ്പോൾ വായിച്ച് പഠിക്കാനായിട്ട് സമയമില്ല. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? 2024 നടന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? ഹിമപ്പുലിയാണ് ഉത്തരം. ഓപ്ഷൻ ബി ഹിമപ്പുലി. ഇവിടെ നമുക്ക് ചിത്രം കാണാനായിട്ട് സാധിക്കും. ഹിമപ്പുലിയാണ് ഉത്തരം. അപ്പോൾ ഈ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ശൈത്യകാലത്ത്, മഞ്ഞുകാലത്ത് നടക്കുന്ന ഗെയിംസാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ഇത് 2 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്. ഫെബ്രുവരി 2 മുതൽ 6 വരെ ലഡാക്കിലെ ലേയിൽ വെച്ചും ഫെബ്രുവരി 21 മുതൽ 25 വരെ രണ്ടാമത്തെ ഫേസ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഗുൽമാർഗിൽ വെച്ചും. ഇനി ഈ ഗെയിംസിന്റെ വിജയി ഇന്ത്യൻ ആർമി ടീമാണ് ഈ ഗെയിംസിൽ കിരീടം നേടിയത്. 10 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവുമായി ഇന്ത്യൻ ആർമി ടീമാണ് KIWG ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 കിരീടം നേടിയത്. ഓക്കെ, അത് ഓർത്തു വെച്ചേക്കുക. അടുത്ത ചോദ്യം, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിനാണ്. 2023 നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പ് നേടിയത് സ്പെയിനാണ്. ആതിഥേയർ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ചാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഓക്കെ, അടുത്തത്, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ കഴിഞ്ഞ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില എങ്ങനെയായിരുന്നു അതാണ് കണ്ടുപിടിക്കേണ്ടത്. 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവുമാണ് ഇന്ത്യ നേടിയത്. മൊത്തവും 107 മെഡലുകൾ നേടി. ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇനി ഇത് 19ാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് 19ാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. ഇത് നടന്നത് ചൈനയിലെ ഹാങ്ഷൌവിൽ വെച്ചാണ്. ഇത് നടന്നത് ചൈനയിലാണ്. ചൈനയിലെ ഹാങ്ഷൌ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നത്. ഓക്കെ, സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് ഇത് നടന്നത്. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ. ഇനി മെഡൽ നില നോക്കിയാൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമായിരുന്നു. 107 മെഡലുകളുമായിട്ട് 4ാം സ്ഥാനമായിരുന്നു. 1ാം സ്ഥാനത്ത് ചൈനയായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2023 ഏഷ്യൻ ഗെയിംസിനെ ചില സ്ഥലങ്ങളിലൊക്കെ 2022 ഏഷ്യൻ ഗെയിംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം ഇത് ആക്ച്വലി 2022 ഏഷ്യൻ ഗെയിംസ് നടക്കാനിരുന്നത്. പക്ഷേ കോവിഡ് കാരണം ഒരു വർഷം പോസ്റ്റ്പോൺ ചെയ്തു. 2023 നടന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെ ഏഷ്യൻ ഗെയിംസ് 2022 കാണുന്നുണ്ട്. അത് ശരിക്കും 2023 നടന്ന ഏഷ്യൻ ഗെയിംസിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്, 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ് വിജയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. കാർലോസ് അൽക്കാരസ് ആണ് 2023 വിംബിൾഡണിൽ വിജയിച്ചത്. സ്പാനിഷ് ടെന്നീസ് താരമാണ് കേട്ടോ. സ്പെയിൻകാരനാണ് കാർലോസ് അൽക്കാരസ്. അടുത്തത്, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീലങ്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയാണ്. ഓക്കെ, അടുത്തത് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് ചൈനയാണ് കേട്ടോ.
ചൈനയിൽ എവിടെ വെച്ചാണ് നടന്നത്? ചൈനയിലെ ഹാങ്ഷോവിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അഡീഷണൽ പോയിന്റ്സ് നോക്കാം. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് മുംബൈയാണ്. 2023-24 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിജയിയായത് മുംബൈയാണ്. ഇനി അതേ വർഷത്തെ തന്നെ 2023-24 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ സർവീസസിനാണ് കിട്ടിയത്. അടുത്തത് 2025 നടക്കുന്ന ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ചൈനയാണ് കേട്ടോ. 2025 നടക്കാൻ പോകുന്ന ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ചൈനയാണ്. ചൈനയിലെ ഹർബിനിൽ വെച്ചാണ് നടക്കുന്നത്. ചൈനയിലെ ഹർബിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയായ രാജ്യം ഖത്തറാണ്. 2023 നടന്ന AFC ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയായ രാജ്യം ഖത്തറാണ്. അടുത്ത 2023 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ബാങ്കോക്ക് ആണ്. തായ്ലാൻഡിലെ ബാങ്കോക്കിൽ വെച്ചാണ് 2023 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? 2023 കേരളത്തിൽ വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജില്ല കോഴിക്കോടാണ് നിപ്പ റിപ്പോർട്ട് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ഫാക്ട്സ് നോക്കാം. നിപ്പ പ്രതിരോധത്തിനായി ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. നിപ്പ പ്രതിരോധത്തിനായിട്ട് ഗവേഷണ കേന്ദ്രം റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ഇനി 2023 ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് എന്ന രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ചൈനയാണ്. 2023 ഓഗസ്റ്റിൽ ചൈനയിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, ചിക്കുൻഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യ വാക്സിൻ. ചിക്കുൻഗുനിയ എന്ന രോഗം നമുക്കറിയാം, കൊതുക് പടർത്തുന്നതാണ്. ചിക്കുൻഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യ വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ്. IX-CHIK എന്നും പറയുന്നുണ്ട്. IX-CHIK ആണ് ചിക്കുൻഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യ വാക്സിൻ. ഓക്കെ, ഈ വാക്സിൻ വികസിപ്പിച്ചത് വൽനേവ എന്ന കമ്പനിയാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത്. IX-CHIK അല്ലെങ്കിൽ IX-CHIK എന്ന് പറയുന്ന വാക്സിൻ വികസിപ്പിച്ചത് വൽനേവ എന്ന കമ്പനിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്. ഇപ്പോഴത്തെ കേരള മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാനാണ് അല്ലേ? സജി ചെറിയാനാണ് മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. ഇനി ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നതോ വീണ ജോർജ് ആണ്. തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് MB രാജേഷ്. സഹകരണം രജിസ്ട്രേഷൻ VN വാസവൻ. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി ഡോക്ടർ R ബിന്ദു. അപ്പൊ അത്രയും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2023 71ാമത് മിസ് വേൾഡ് ലോകസുന്ദരി മത്സരം നടന്നത്. അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. വേദി മുംബൈ. ഇന്ത്യയിലെ മുംബൈ നഗരത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. 71ാം ലോകസുന്ദരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് ക്രിസ്റ്റീന പിസ്കോവയ്ക്കാണ് ആ മത്സരത്തിൽ, അതായത് 71ാം ലോകസുന്ദരി മത്സരത്തിൽ കിരീടം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ അവരുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആരും തപ്പിപ്പോണ്ട. ഇതാണ് ക്രിസ്റ്റീന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക് സ്വദേശിനിയാണ്. ഓക്കെ, റണ്ണറപ്പ് ആയത് യാസ്മിന സെയ്റ്റൂൺ. റണ്ണറപ്പ് എന്ന് പറഞ്ഞാൽ 2ാം സ്ഥാനം നേടിയത് യാസ്മിന സെയ്റ്റൂൺ ആണ്. ലെബനൻ സ്വദേശിനിയായ യാസ്മിന സെയ്റ്റൂൺ. ഇനി ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സിനി ഷെട്ടി. ഇന്ത്യക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തത് സിനി ഷെട്ടിയാണ് പങ്കെടുത്തത്.
ഇനി 70ാമത് ലോകസുന്ദരി മത്സര വിജയി. ഇപ്പൊ 71ന്റെ കാര്യം നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. 70ാമത്, ഇതിന് മുമ്പത്തെ ലോകസുന്ദരി മത്സരത്തിന്റെ വിജയി കരോളിന ബിലോസ്കയാണ്. കരോളിന ബിലോസ്ക ആയിരുന്നു, പോളണ്ട് സ്വദേശിനിയായ കരോളിന ബിലോസ്ക. അപ്പൊ അത്രയും പോയിന്റുകളും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? AJ ദേശായി ആണ് കേട്ടോ. AJ ദേശായി ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ആശിഷ് ജിതേന്ദ്ര ദേശായി. അടുത്തത്, സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ധനജയ യശ്വന്ത് ചന്ദ്രചൂഡ്, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ. അടുത്ത, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? BS മാവോജിയാണ്. BS മാവോജിയാണ്. BS മാവോജിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഓക്കെ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗ്ദീപ് ധൻകർ ആണ്. ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി. ഇതിന് മുമ്പത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആണ്. 13ാമത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. 14ാമത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഓക്കെ. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർല അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തയൊക്കെ കണ്ടതാണ്. ലോക്സഭാ ഇലക്ഷന് ശേഷവും, ലോക്സഭാ ഇലക്ഷന് മുമ്പ് അദ്ദേഹം തന്നെയായിരുന്നു ലോക്സഭാ സ്പീക്കർ. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന് ശേഷവും അദ്ദേഹത്തെ വീണ്ടും ലോക്സഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തു. ഇപ്പോൾ 2ാമത്തെ ടേമിലാണ് ഇപ്പോൾ അദ്ദേഹം. അപ്പോൾ ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. അടുത്ത, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. കറക്റ്റ് അല്ലേ? നമുക്കറിയാവുന്ന ഫാക്റ്റ് തന്നെയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. കേരളത്തിലെ നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അതും ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. കേരള നിയമനിർമ്മാണ സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. അതും ശരിയാണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. മനോജ് കുമാർ IPS ആണ്. അത് തെറ്റാണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS അല്ല, മനോജ് എബ്രഹാം IPS ആണ് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതില് തെറ്റായ പ്രസ്താവന ഏതാണ്? 4 തെറ്റായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ C അല്ലേ? 4 തെറ്റായ പ്രസ്താവന ഓപ്ഷൻ C ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ DGPയും ADGPമാരും ഒന്ന് പരിചയപ്പെടാം. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരളത്തിലെ നിലവിലെ DGP. ഇനി ADGPമാര് മനോജ് എബ്രഹാം IPS, MR അജിത് കുമാർ IPS, H വെങ്കടേഷ് IPS, P വിജയൻ IPS. ഓക്കെ. അപ്പോൾ 4 ADGPമാരുണ്ട്. മനോജ് എബ്രഹാം IPS ഇന്റലിജൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. MR അജിത് കുമാർ IPS ലോ ആൻഡ് ഓർഡർ ആണ്. H വെങ്കടേഷ് IPS ക്രൈം ബ്രാഞ്ച്. P വിജയൻ IPS നമ്മുടെ KPA കേരള പോലീസ് അക്കാഡമിയുടെ നിലവിലെ ഡയറക്ടറാണ് P വിജയൻ IPS. അത് മാത്രമല്ല അദ്ദേഹമാണ് നമ്മുടെ SPCയുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന്റെ സ്ഥാപകനും. അതും P വിജയൻ IPS ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയൊന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തത്, റെയിൽവേ മന്ത്രാലയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യ വനിത ജയവർമ്മ സിൻഹയാണ് കേട്ടോ. ജയവർമ്മ സിൻഹ റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യ വനിത. ചരിത്രത്തിൽ ആദ്യമായി റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സൺ ആകുന്ന വനിത ജയവർമ്മ സിൻഹയാണ്. ഓക്കെ. സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. ധനജയ യശ്വന്ത് ചന്ദ്രചൂഡ്. നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയ DY ചന്ദ്രചൂഡാണ് സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ്. ഓക്കെ. അടുത്തിടെ സുപ്രീം കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷ
മൗഷ്മി ഭട്ടാചാര്യയാണ് ആ കമ്മിറ്റിയുടെ അധ്യക്ഷ. പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് അടുത്തിടെ ഉത്തരവിറക്കിയ ഹൈക്കോടതി, കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി എന്ത് ഉത്തരവിറക്കിയത്? പോക്സോ കേസുകളിൽ, അതായത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അല്ലെ, ആ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാം എന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഓക്കെ, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ടത് ആര്? ബി ഡി മിശ്രയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് കിഷോർ മക്വാന. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഗിരീഷ് ചന്ദ്ര മുർമു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഗിരീഷ് ചന്ദ്ര മുർമു. ഇനി ഇമ്പോർട്ടന്റ് ആണ്, 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി, ഇമ്പോർട്ടൻ്റ് ആണ്, മലയാളി AS രാജീവാണ്. അപ്പോൾ ഇതൊക്കെ നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ്. നിങ്ങളിപ്പോൾ ഈ നിയമനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ ചാനലിൽ നിയമനങ്ങളും പിന്നെ വിയോഗങ്ങളും പുരസ്കാരങ്ങളും എല്ലാം തന്നെ മേഖലകൾ തിരിച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്ലാസ് കണ്ടതിന് ശേഷം അത് കാണുക. ഓക്കെ, അടുത്തത്, ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഇന്ത്യയാണ് കേട്ടോ. ചന്ദ്രയാൻ 3യെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ചന്ദ്രയാൻ 3യിലൂടെയാണ് ഇന്ത്യ ചന്ദ്രനിൽ പേടകം ഇറക്കിയത്. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുമ്പ് സോവിയറ്റ് യൂണിയൻ ഇറക്കിയിട്ടുണ്ട്, അമേരിക്ക ഇറക്കിയിട്ടുണ്ട്, ചൈന ഇറക്കിയിട്ടുണ്ട്, പിന്നെ 4ാമതായി ഇന്ത്യ ഇറക്കി, അതിനുശേഷം ജപ്പാനും ഇറക്കി, 5ാമതായി ജപ്പാനും ഇറക്കി. 5 രാജ്യങ്ങൾ പേടകം ഇറക്കിയിട്ടുണ്ട് കേട്ടോ വിജയകരമായിട്ട്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? അതായത് ചന്ദ്രയാൻ 3യിലൂടെ ISRO വിക്ഷേപിക്കാത്ത ഈ താഴെ തന്നിരിക്കുന്ന 4 ഉപകരണങ്ങളിൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓർബിറ്റർ ആണ് കേട്ടോ. ഓർബിറ്റർ വിക്ഷേപിച്ചിട്ടില്ല. ലാൻഡർ ഉണ്ടായിരുന്നു, റോവർ ഉണ്ടായിരുന്നു, പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഉണ്ടായിരുന്നു. ഈ ഓർബിറ്ററിന് പകരമാണ് പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഓർബിറ്റർ ഇല്ലായിരുന്നു. ഓക്കെ, അടുത്തത്, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പോൾ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. അത് ശരിയാണ്, പഠിച്ചു വെക്കുക. എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14, ശരിയാണ്. ഓക്കെ, അടുത്ത 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. അതും ശരിയാണ്, ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ജൂലൈ 14 വിക്ഷേപിച്ചു, ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. അതും ശരിയാണ്. ഓഗസ്റ്റ് 23 അത് വിജയകരമായിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്, എല്ലാം ശരി. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ, എല്ലാം ശരി. എന്താണ്? ജൂലൈ 14 വിക്ഷേപിച്ചു, ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു, ഓഗസ്റ്റ് 23 വിജയകരമായിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ് പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്തത്, ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈയാണ്. പുതിയ പോയിന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ P വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ P വീരമുത്തുവേൽ. ഓക്കെ, അടുത്ത, ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? അപ്പോൾ ഈ താഴെ പറയുന്നവയിൽ
ചന്ദ്രയാൻ 3യുടെ റോവർ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഏതിൻ്റെയാണ്? ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്, എയും സിയും. അതായത് ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഓക്കെ, അടുത്തത് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നാണ് കേട്ടോ. അപ്പോൾ പ്രഗ്യാനാണ് എന്ത് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഓക്കെ, നമുക്ക് കുറച്ച് പോയിന്റുകളും കൂടെ നോക്കാം ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മറ്റ് ചന്ദ്രയാൻ 2ൻ്റെ പോയിന്റ്സും പറയുന്നുണ്ട്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14 അല്ലേ? 2023 ജൂലൈ 14. വിക്ഷേപിച്ച വാഹനം LVM3M4. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് ഓഗസ്റ്റ് 5 അല്ലേ? 2021 ഓഗസ്റ്റ് 5. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് അല്ലേ? വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തെ ഇന്ത്യ ശിവശക്തി പോയിന്റ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, അടുത്ത ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ വനിത മുത്തയ്യാണ് ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ. അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണെന്ന് കണ്ടു, അണ്ണാദുരൈ. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ വനിത മുത്തയ്യ. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ പി വീരമുത്തുവേൽ. ഓക്കെ, അടുത്ത ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ഋതു കരുതൽ. മാറിപ്പോരുത്, ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടറാണ് കേട്ടോ. മിഷൻ ഡയറക്ടറാണ് ഋതു കരുതൽ. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ വനിത മുത്തയ്യ. മാറിപ്പോരുത്. അത് മാത്രമല്ല, ഇത് ചന്ദ്രയാൻ 2 ആണ്, ചന്ദ്രയാൻ 3യെ പറ്റിയല്ല പറയുന്നത്. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ഋതു കരുതൽ. ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെ പേര് വിക്രം. ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെ പേര് വിക്രം. ചന്ദ്രയാൻ 2ന്റെ റോവറിന്റെ പേര് പ്രഗ്യാൻ. ചന്ദ്രയാൻ 2ന്റെ റോവറിന്റെ പേര് പ്രഗ്യാൻ തന്നെയാണ് കേട്ടോ, പ്രഗ്യാനാണ്. അടുത്ത ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. എന്താ പറയുന്നത്? സാറ്റലൈറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനുള്ള സാറ്റലൈറ്റ് ആണ്? അതായത് സിമ്പിളായിട്ട് പറയണം, ഇതിനകത്ത് ഒരുപാട് സയന്റിഫിക് ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബഹിരാകാശത്ത് വിദൂര സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന എക്സ്റേ രശ്മികളുടെ പോളറൈസേഷൻ, ധ്രുവീകരണത്തെ പറ്റി പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഗവേഷണം നടത്താനായിട്ട് ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റ് ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ISRO വികസിപ്പിച്ച ഉപകരണം നഭ് മിത്ര. ഇമ്പോർട്ടൻ്റ് ആണ്, നഭ് മിത്രയാണ്. നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഉപകരണമാണ്. ഈ ചുഴലിക്കാറ്റിനെ പറ്റിയും കാലാവസ്ഥയെ പറ്റിയൊക്കെ മുന്നറിയിപ്പ് കൊടുക്കാനും പിന്നെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ വിദൂര സംവേദനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന ഉപകരണമാണ് നഭ് മിത്ര. ഓക്കെ, ഭൂമിയുടെ അന്തരീക്ഷത്തെയും ഏറ്റവും ഉയർന്ന അന്തരീക്ഷ പാളിയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ISROയുടെ ഇരട്ട ഉപഗ്രഹ പദ്ധതി ദിശയാണ് കേട്ടോ. ഭൂമിയുടെ അന്തരീക്ഷത്തെയും ഏറ്റവും ഉയർന്ന അന്തരീക്ഷ പാളിയെക്കുറിച്ച് പഠിക്കുന്നതിനായുള്ള ISROയുടെ ഇരട്ട ഉപഗ്രഹ പദ്ധതിയാണ് ദിശ. അതിന്റെ പേരാണ് ദിശ. അടുത്തത് ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കാനുള്ള പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ച ബഹിരാകാശ സംഘടന ISRO ആണ് കേട്ടോ. അതായത് ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനായിട്ട് ആണവോർജ്ജം, ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നതിനെ പറ്റി പരീക്ഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ച ബഹിരാകാശ സംഘടനയാണ് ISRO. ഓക്കെ, അടുത്ത ചോദ്യം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അല്ലു അർജുനാണ്. നമ്മൾ വാർത്തയിലൊക്കെ ഒരുപാട് കേട്ടതാണ്. 2021 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് അല്ലു അർജുനാണ്, പുഷ്പ എന്ന സിനിമയ്ക്ക് വേണ്ടി. അത് 69ാമത് ദേശീയ പുരസ്കാരമായിരുന്നു. ഇനി മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് റോക്കട്രി ദി നമ്പി എഫക്റ്റിനായിരുന്നു. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. നമുക്കറിയാം ശ്രീ നമ്പി നാരായണനെ പറ്റിയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബയോപിക് ആയിരുന്നു. ISRO ചാരക്കേസിൽ കുറ്റാരോപിതനാവുകയും പിന്നീട് കുറ്റവിമുക്തനാവുകയും ചെയ്ത ISRO ശാസ്ത്രജ്ഞനും മുൻ എഞ്ചിനീയറുമായിരുന്ന നമ്പി നാരായണനെ പറ്റിയുള്ള ബയോപിക് ആയിരുന്നു റോക്കട്രി ദി നമ്പി എഫക്റ്റ്.
ഇനി മികച്ച ജനപ്രിയ ചിത്രം RRR, രാജമൗലി സംവിധാനം ചെയ്ത RRR ആയിരുന്നു മികച്ച ജനപ്രിയ ചിത്രം. മികച്ച മലയാള ചിത്രം ഹോം, മികച്ച മലയാള ചിത്രം ഹോം ആയിരുന്നു. മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസ്. ഓക്കെ, ഇതെല്ലാം 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനായിരുന്നു. മികച്ച കുട്ടികളുടെ ചിത്രം ഗാന്ധി ആൻഡ് കോ, മികച്ച കുട്ടികളുടെ ചിത്രം ഗാന്ധി ആൻഡ് കോ. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രം, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രം ആവാസ വ്യൂഹം, ആവാസ വ്യൂഹം, മലയാളത്തിൽ നിന്നുള്ള ആവാസ വ്യൂഹത്തിനായിരുന്നു മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അല്ലു അർജുനുമാണ്. മാറിപ്പോരുത്, ഇന്ദ്രൻസിന് ലഭിച്ചത് സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ്. ഓക്കെ, അടുത്തത്, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? വിജയവാഡയിലാണ്. വിജയവാഡയിലാണ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 125 അടി ഉയരമുള്ള പ്രതിമയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 125 അടി ഉയരമുള്ള പ്രതിമയാണ്. ഇതിൻ്റെ പീഠം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം 206 അടി വരുന്നുണ്ട്, 206 ഫീറ്റ് വരുന്നുണ്ട്. പക്ഷെ പ്രതിമ മാത്രമായിട്ട് 125 അടിയാണ്. അപ്പോൾ വിജയവാഡയിലാണ്, ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഓക്കെ, BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ ഈ ഇടയ്ക്ക് അനാച്ഛാദനം ചെയ്യപ്പെട്ടു. അമേരിക്കയിലാണ്, USA-യിലെ മേരിലാൻഡിലാണ് അത് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. ഒക്ടോബർ 12, 2023 ഒക്ടോബർ 12-നാണ് അനാച്ഛാദനം ചെയ്തത്. അടുത്ത 2023 ജൂലൈയിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട രാജ്യം ടാൻസാനിയയിലാണ് കേട്ടോ. ടാൻസാനിയയിലെ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിന് മുമ്പിലായിട്ട് നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറാണ് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അനാച്ഛാദനം ചെയ്തത് 2023 ജൂലൈയിൽ. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയാണ്. ശങ്കരാചാര്യരുടെ ഏകത്വത്തിന്റെ പ്രതിമ സ്റ്റാച്യു ഓഫ് വൺനെസ് സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ് കേട്ടോ. 108 അടി ഉയരമുള്ള ശങ്കരാചാര്യരുടെ ഏകത്വത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് മധ്യപ്രദേശിലാണ്. ഓക്കെ, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 ആണ്. 2023 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷമായിട്ടാണ് കണക്കാക്കിയത്. അപ്പോൾ അത് തന്നെ മറ്റൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷം, മില്ലറ്റ് വർഷമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ആർദ്രം പദ്ധതിയാണത്. കേരള സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി, റെനോവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇട്ട പദ്ധതിയാണ് ആർദ്രം. അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഴ്ചതോറും അയൺ ഫോളിക് ആസിഡ് ഗുളിക കൊടുക്കാനായിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് WIFS, വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. അപ്പോൾ കുട്ടികളിൽ വിളർച്ച ഒഴിവാക്കാനായിട്ടാണ്, അനീമിയ വിളർച്ച ഒഴിവാക്കാനായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് മരുന്നല്ല, ഒരു സപ്ലിമെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പദ്ധതിയുടെ പേര് WIFS, വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. അടുത്ത ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്രയാണ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ, കുട്ടികളിലെ ലെപ്രസിയുടെ ലക്ഷണങ്ങൾ, കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. അടുത്തത്, കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച
വെബ് പോർട്ടൽ സുനീതിയാണ് കേട്ടോ. സുനീതിയാണ് ആ വെബ് പോർട്ടൽ. ഒരു വെബ്സൈറ്റ് ഉണ്ട്, സുനീതി എന്ന വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് സർക്കാർ സേവനങ്ങളും സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ജനങ്ങളിൽ ഡയറക്റ്റ് എത്തിക്കാനായിട്ട് നമുക്ക് ആ വെബ്സൈറ്റിലൂടെ നമുക്ക് പദ്ധതികളും സർക്കാരിൻ്റെ മറ്റു നയങ്ങളും എല്ലാം അറിയാനായിട്ട് പറ്റും. നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള, നമുക്ക് യോഗ്യരായിട്ടുള്ള പദ്ധതികളാണെങ്കിൽ നമുക്കതിൽ അപ്ലൈ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പേരാണ് സുനീതി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് സീഡിറ്റ് ആണ് ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അടുത്തത് കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? രംഗശ്രീ. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വനിതകൾക്ക് രംഗകലകൾ, തിയേറ്റർ കലകളിലൊക്കെ പരിശീലനം കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. രംഗകലകൾ രംഗശ്രീ. എളുപ്പമാണല്ലേ, കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അടുത്തത് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസയാണ്. പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്, ലെപ്രസി പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട്, ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ELSA. ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. പദ്ധതിയുടെ പേര് എൽസ. ഓക്കെ, അടുത്തത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. അല്ലേ, ഒരുപാട് നമ്മളിപ്പോൾ കേട്ട ഒരു കാര്യമാണ് അല്ലേ, AI ക്യാമറകൾ വന്നിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് സേഫ് കേരള, സുരക്ഷിത കേരളം. ഓക്കെ, അപ്പോൾ AI ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേര് സേഫ് കേരള. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് AI ക്യാമറ സ്ഥാപിച്ചെന്ന് എല്ലാവർക്കും അറിയാം. AI ക്യാമറയെ പറ്റി നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടതാണ്. പക്ഷേ ആ പദ്ധതിയുടെ പേരാണ് സേഫ് കേരള. ഓക്കെ, അടിസ്ഥാന സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിക്കുന്ന ആപ്പ് ഉല്ലാസ് ആപ്പാണ് കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ് ആണ് അടിസ്ഥാന സാക്ഷരത, ബേസിക് ലിറ്ററസി ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിക്കുന്ന ആപ്പാണ് ഉല്ലാസ് ആപ്പ്. ആപ്ലിക്കേഷനാണ് ഉല്ലാസ് ആപ്പ്. ഓക്കെ, വിദേശത്ത് മരിച്ചവരുടെ ശരീരം അതിവേഗം നാട്ടിലെത്തിക്കാൻ ആരംഭിക്കുന്ന പോർട്ടൽ ഇ കെയർ ആണ് കേട്ടോ. വിദേശത്ത് മരണപ്പെട്ട വ്യക്തികളുടെ മൃതശരീരം അതിവേഗം നാട്ടിലെത്തിക്കാനായിട്ടുള്ള പോർട്ടലാണ് ഇ കെയർ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ഗൂഗിൾ ആരംഭിച്ച സുരക്ഷാ പദ്ധതി ഡിജി കവച്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ, ഓൺലൈൻ ഫ്രോഡൊക്കെ ഒഴിവാക്കാനായിട്ട്, തടയാനായിട്ട് ഗൂഗിൾ ആരംഭിച്ച പദ്ധതി, ഗൂഗിൾ ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ഡിജി കവച്. ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാക്കിയാണ് അടുത്തിടെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്? 62. ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. 62 വയസ്സ് വരെ അവർക്ക് പ്രവർത്തിക്കാം. കുടുംബശ്രീ അംഗങ്ങളെ തിരികെ സ്കൂളിൽ എത്തിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ തിരികെ സ്കൂളിൽ എന്ന ക്യാമ്പയിനാണ്. കുടുംബശ്രീ അംഗങ്ങളെ തിരികെ സ്കൂളിൽ എത്തിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ തിരികെ സ്കൂളിൽ. ഓക്കെ, സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവയാണത്. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധന, അതിൻ്റെ പേര്, ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇ സേവ. അടുത്തത് 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ. ഉത്തരം സി ആണ്, സോർസൻ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. വന്യജീവി കുറ്റകൃത്യങ്ങളെ തത്സമയം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും അടുത്തിടെ ഹോസ്റ്റൽ ആക്ടിവിറ്റി വാച്ച് കേർണൽ ഹോക്ക് ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. ഈ ഹോസ്റ്റൽ ആക്ടിവിറ്റി വാച്ച് കേർണൽ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റമാണ്, ഒരു സംവിധാനമാണത്. ആ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ്. ഹോസ്റ്റൽ ആക്ടിവിറ്റി വാച്ച് കേർണൽ ഹോക്ക് പദ്ധതി അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡയക്രയോസോറസ് ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ്. ഡയക്രയോസോറസ് എന്ന് പറയുന്ന ഒരു ദിനോസറിന്റെ ഒരു ഇനമാണ്. അതിൻ്റെ ഫോസിൽ ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയത് രാജസ്ഥാനിലാണ്. ഈ ഇടയ്ക്ക് കണ്ടെത്തിയിട്ടുണ്ട്, രാജസ്ഥാനിലാണ്. അടുത്ത ചോദ്യം,
26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? PV മെമ്മോറിയൽ എൻഡോമെന്റ് പുരസ്കാരം നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ശ്രീമൻ നാരായണനാണ് കേട്ടോ. ഇവിടെ അദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ശ്രീമൻ നാരായണനാണ് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് ലഭിച്ചത്. 26ാമത് അവാർഡാണ്. 1997 മുതലാണ് ഈ പുരസ്കാരം ആരംഭിച്ചത്. PV തമ്പി മെമ്മോറിയലാണ്. PV തമ്പി എന്ന് പറയുന്ന പ്രശസ്തനായ ജേർണലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന PV തമ്പിയുടെ സ്മരണാർത്ഥം ആരംഭിച്ച പുരസ്കാരമാണ്. 1997 മുതൽ ഇത് കൊടുക്കുന്നുണ്ട്. ആ 26ാമത് അവാർഡ് നേടിയത് ആരാണ്? ശ്രീമൻ നാരായണൻ. ഓക്കെ. മികച്ച സാമൂഹ്യ പ്രവർത്തകർക്കായി മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് മേധാ പട്കർ ആണ്. അപ്പോൾ ആ പോയിന്റ് നോക്കുക. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായിട്ട് പുതിയൊരു ഒരു പുരസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. മുംബൈ മലയാളി അസോസിയേഷനാണ്. ആ പുരസ്കാരത്തിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി പുരസ്കാരം. അത് നേടിയത് മേധാ പട്കർ. പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് മേധാ പട്കർ. ഓക്കെ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ K. രാമൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ K. രാമൻ. 2023 സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടിയ മലയാളി, ഇമ്പോർട്ടൻ്റ് ആണ്, മലയാളി ആദിത്യ സുരേഷ്. 2023 സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടിയ മലയാളി ആദിത്യ സുരേഷ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. 37ാമത്തെ ചോദ്യമാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? പലർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും. അഖിൽ P. ധർമ്മജൻ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് റീച്ചായ, ഒരുപാട് പ്രശസ്തി നേടിയ ഒരു കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. അതിൻ്റെ രചയിതാവ് അഖിൽ P. ധർമ്മജൻ. ഓക്കെ. വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മെർച്ചൻസ് എന്ന ബുക്കിന്റെ കർത്താവ് പെഗ്ഗി മോഹൻ. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ്, ഒരു അഡീഷണൽ ഫാക്ട്സ് ആണ് പറയുന്നത്. വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മെർച്ചൻസ് എന്ന ബുക്ക് എഴുതിയത് പെഗ്ഗി മോഹൻ. മുണ്ടക ഉപനിഷത്ത് ദി ഗേറ്റ്വേ ടു എറ്റേണിറ്റി. മുണ്ടക ഉപനിഷത്ത് ദി ഗേറ്റ്വേ ടു എറ്റേണിറ്റി എന്ന കൃതി രചിച്ചത് ഡോക്ടർ കരൺ സിംഗ് ആണ്. മുണ്ടക ഉപനിഷത്ത് ദി ഗേറ്റ്വേ ടു എറ്റേണിറ്റി എന്ന കൃതി രചിച്ചത്. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന കൃതി രചിച്ചത് മാധവ് ഗാഡ്ഗിലാണ് ആ കൃതി രചിച്ചത്. ഓക്കെ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ 3 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാഹിത്യ അവാർഡുകളുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. അത് ശരിയാണ് കേട്ടോ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, 2023 വയലാർ അവാർഡ് ലഭിച്ചത് S. ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കാണ്. തെറ്റാണ്. S. ഹരീഷിനല്ല 2023 വയലാർ അവാർഡ് ലഭിച്ചത്. S. ഹരീഷിനല്ല. അത് തെറ്റാണ് കേട്ടോ. അടുത്ത 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാടിനാണ് ലഭിച്ചത്. അത് ശരിയാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാടിനാണ് ലഭിച്ചത്. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന രണ്ടാമത്തെയാണ്. എന്താണ്? വയലാർ അവാർഡ് 2023 വയലാർ അവാർഡ് S. ഹരീഷിനല്ല, ഹരീഷിന്റെ മീശ എന്ന കൃതിക്കല്ല ലഭിച്ചത്. അപ്പോൾ 2 മാത്രം. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആർക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്? 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത്. കൃതി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാ വർമ്മ. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാ വർമ്മ. ഓക്കെ. അടുത്തത് വയലാർ അവാർഡ് തന്നെ വീണ്ടും ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. നമ്മൾ നേരത്തെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് അത് കണ്ടതാണ്. ജീവിതം ഒരു പെൻഡുലം. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. അത് നേടിക്കൊടുത്ത കൃതി ജീവിതം ഒരു പെൻഡുലം. ഓക്കെ.
മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2023 അർഹനായത് EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണനാണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2023 ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. ഏതാണ് കൃതി? മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2023 ലഭിച്ചത്. 33ാമത് വ്യാസ് സമ്മാൻ 2023 അർഹനായത്. 2023 33ാമത് വ്യാസ് സമ്മാൻ അർഹയായത് പുഷ്പ ഭാരതി. പുഷ്പ ഭാരതിയാണ്. കൃതി യാദേൻ യാദേൻ ഔർ യാദേൻ. യാദേൻ യാദേൻ ഔർ യാദേൻ. അർഹയായത് പുഷ്പ ഭാരതിയാണ്. അടുത്ത ചോദ്യം, 2023 നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. 2023 നൊബേൽ സമ്മാനത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വർഷം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 2023 നമുക്ക് നോക്കാം. ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ ലഭിച്ചത് പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രോസ്, ആനി എൽഹുലിയർ. ശരിയാണ്. ഇവർക്ക് തന്നെയാണ് ഫിസിക്സിന് ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് 2023. ഇനി രസതന്ത്രം എടുത്തു കഴിഞ്ഞാൽ കരോലിൻ ആർ ബെർട്ടോസ്, മോർട്ടൻ മെൽഡൽ, കെ ബാരി ഷാർപ്ലസ്. ഇത് തെറ്റാണ് കേട്ടോ. ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഇവർക്ക് ലഭിച്ചത് 2022 2022 ഇവർക്ക് ലഭിച്ചത്. കെമിസ്ട്രിക്ക് ഇവർക്ക് 3 ലഭിച്ചത്, 2023 അപ്പോൾ അത് തെറ്റാണ്. അടുത്ത സാഹിത്യം ജോൺ ഫോസ്. ശരിയാണ്. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസിന് തന്നെയാണ്. ശരീരശാസ്ത്രം സ്വാന്തേ പാബോ. അതും തെറ്റാണ് കേട്ടോ. കാരണം 2022 ഇദ്ദേഹത്തിനും ലഭിച്ചത്, 2023 അപ്പോൾ ശരിയായത് ഓപ്ഷൻ എയും ഒന്നാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനുമാണ്. ഫിസിക്സും സാഹിത്യവും ഈ ജോഡിയാണ് എന്താണ് ശരിയായിട്ടുള്ളത്. ഈ 2 ജോഡികളാണ്. അപ്പോൾ 1ഉം 3ഉം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇവർക്ക് ഈ രസതന്ത്രത്തിനും ശരീരശാസ്ത്രത്തിനും ഇവർക്ക് തന്നെയാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. പക്ഷേ 2023 2022 അതാണ് വ്യത്യാസം കേട്ടോ. 2023 വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ജോഡികൾ ഇതാണ്. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉമാണ്. ഓക്കെ, 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ 2023 കെമിസ്ട്രി നൊബേൽ പ്രൈസ്, രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. ഓപ്ഷൻ ഡി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനത്തിനും ആണ് 2023 രസതന്ത്രത്തിന്റെ നൊബേൽ സമ്മാനം ലഭിച്ചത്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. ക്ലോഡിയ ഗോൾഡിനാണ്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് 2 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ. ഇവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. ശരീരത്തിലെ പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് അതിന് സഹായിക്കുന്ന വാക്സിനാണ് mRNA വാക്സിൻ. അത് വികസിപ്പിച്ചതിനാണ് ഇവർക്ക് 2 പേർക്കും, ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കും ഡോക്ടർ ഡ്രൂ വെയ്സ്മാനും 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, ആ പേരുകൾ ഓർത്ത് വെച്ചേക്കുക. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹനായ ശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മൾ 2 പേരുടെ പേര് പഠിച്ചല്ലോ, ഡോക്ടർ കാറ്റലിൻ കാരിക്കോയും ഡോക്ടർ ഡ്രൂ വെയ്സ്മാനും. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ആരാണ്? ഡ്രൂ വെയ്സ്മാൻ ആണ്. അദ്ദേഹം മാത്രമല്ല, ഡോക്ടർ കാറ്റലിൻ കാരിക്കോയും ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള പേര്. അടുത്തത് 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശമാണ്. പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ
5 ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക, അതായിരുന്നു അതിന്റെ തീം അല്ലെങ്കിൽ സന്ദേശം. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് അല്ലേ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹം 2023 സെപ്റ്റംബറിൽ അന്തരിച്ചു. ഓക്കെ, ഇവിടെ ഡോക്ടർ വർഗീസ് കുര്യന്റെ പേര് കൊടുത്തിട്ടുണ്ട്. വർഗീസ് കുര്യനും എന്താണ് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ധവള വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലേ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഓക്കെ, പക്ഷേ കാർഷിക അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അടുത്തത് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം. 2024 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ജനങ്ങളുള്ള രാജ്യം, സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് സന്തോഷവുമായി ബന്ധപ്പെട്ട്. എന്താണ്? ഫിൻലാൻഡാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 126 കേട്ടോ, ഒരുപാട് പുറകിലാണ്. 143 രാജ്യങ്ങളിൽ 126 ഇന്ത്യയുടെ സ്ഥാനം. ഏറ്റവും അവസാനം നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അവസാനം നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് കേട്ടോ, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരമാണ്. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ A 38 38ാം സ്ഥാനത്താണ് ഇന്ത്യ. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38 കേട്ടോ, 38. ആകെ രാജ്യങ്ങൾ, ആ ലിസ്റ്റിലുള്ള ആകെ രാജ്യങ്ങൾ 139 രാജ്യങ്ങളിൽ 38ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഒന്നാം സ്ഥാനത്തോ സിംഗപ്പൂർ. ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. ഓക്കെ, സിംഗപ്പൂരാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അപ്പൊ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് അതെന്താണ്? ആ ബില്ല് നമ്മുടെ ലോക്സഭ, സംസ്ഥാന നിയമസഭാ ഇലക്ഷനുകളിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം കൊടുക്കുന്ന, സീറ്റുകളിൽ 1/3 സംവരണം കൊടുക്കുന്ന ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അപ്പോൾ ഈ ബില്ലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രസൻറ്റ് ചെയ്ത അല്ലെങ്കിൽ പാസ്സാക്കിയ ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം. നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രസൻറ്റ് ചെയ്ത ആദ്യ ബില്ലാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയ ദിനം ഏത്? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച ദിനമാണ് ചോദിച്ചത്, സെപ്റ്റംബർ 28. പാസ്സാക്കിയ ദിനം സെപ്റ്റംബർ 20. സെപ്റ്റംബർ 20 ലോക്സഭ പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് പാസ്സാക്കി. 28 രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ബില്ലിനെ വിമൻസ് റിസർവേഷൻ ബില്ല് 2023 എന്നറിയപ്പെടുന്നു. വിമൻസ് റിസർവേഷൻ ബില്ല് 2023 എന്നറിയപ്പെടുന്നു. അത് കൂടാതെ തന്നെ 128ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലെന്നും അറിയപ്പെടുന്നു. 128th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലെന്നും അറിയപ്പെടുന്നു. 128ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലെന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ ബില്ലിൻ്റെ ഉള്ളടക്കം ഇതാണ്. ദേശീയ സംസ്ഥാന തലങ്ങളിൽ നയരൂപീകരണത്തിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ സ്ത്രീകളുടെ കൂടുതൽ പങ്കാളിത്തം സാധ്യമാക്കുന്നതിന് ലോക്സഭയിലും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളിലും സ്ത്രീകൾക്ക് 3/1 സംവരണം. സ്ത്രീകൾക്ക് 3/1 സംവരണം നൽകുന്ന ബില്ലാണ്. അവതരിപ്പിച്ചത് അർജുൻ റാം മെഗ്വാൾ. നമ്മുടെ കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മെഗ്വാൾ ആണ് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല CISF-നാണ്.
CISF-നാണ് കേട്ടോ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സായ CISF-നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള ചുമതല. ഓക്കെ, അടുത്ത 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക 2024 കേട്ടോ. അപ്പോൾ തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ കേരള ഗവേണൻസിനകത്ത് ക്ലാസ് ഉണ്ട് തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. വെറ്റ്ലാൻഡ്സ് അല്ലേ. അപ്പോൾ 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അപ്പോൾ എന്നാണ് തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2 കേട്ടോ. എല്ലാ വർഷവും ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം ആചരിക്കുന്നത്. അപ്പോൾ 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് കേട്ടോ. ക്ഷേമവും. അടുത്ത ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്, അല്ലെങ്കിൽ ഏതാണ്? 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അതാണ് അതിൻ്റെ തീം അല്ലെങ്കിൽ പ്രമേയം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 അല്ലേ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. അപ്പോൾ 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അതാണ്. അടുത്ത ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസം. ശരി ഉത്തരം സ്കൂൾ വിദ്യാഭ്യാസമാണ്. ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ആ പേര് ഓർത്ത് വെച്ചേക്കുക. സ്റ്റാർസ് പ്രോജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ഡാഷിന്റെ ലക്ഷ്യമാണ്. എന്താണ്? ലൈഫ് മിഷൻ പദ്ധതി അല്ലേ. നമ്മൾ കേട്ടിട്ടുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. എന്താണ്? കേരളത്തിലെ ഭൂരഹിതർക്ക്, പാവപ്പെട്ട ഭൂരഹിതർക്കും വീടില്ലാത്തവർക്കും വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഓക്കെ, അടുത്ത 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം എന്താണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഇതാണ് കേട്ടോ. 2022-23 കൂടി ഇന്ത്യയെ നവീകരിക്കാൻ ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഈ 75 എന്ന് കൊടുത്തിരിക്കുന്നതിന് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അതാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഓക്കെ, അടുത്ത ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഇപ്പോൾ COP28 എന്ന് പറയുന്നത് കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് 28 ഉച്ചകോടി. അത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള കോൺഫറൻസ് ആണ് എന്താ COP28 ഉച്ചകോടി. അത് ദുബായിൽ വെച്ചാണ് നടന്നത്. ഡിസംബർ 1 നടന്നത്. ഓക്കെ, അടുത്തത് ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇലക്ട്രൽ ബോണ്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, വാർത്തകളൊക്കെ നമ്മളിപ്പോൾ കേട്ടതാണ്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ശരിയാണ് അല്ലേ? അതൊരു പ്രധാന പോയിന്റ് ആയിരുന്നു. 2024 ഫെബ്രുവരിയിലാണ് സുപ്രീം കോടതി ഇത് കണ്ടെത്തിയത്. എന്താണ് കണ്ടെത്തിയത്? ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. അടുത്തത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ്. അതും ശരിയാണ് കേട്ടോ. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നുവെന്നും കണ്ടെത്തി. ഓക്കെ, ലംഘിക്കുന്നുവെന്ന് പറഞ്ഞു. അതും ശരിയാണ്. അടുത്ത ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ്
അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എല്ലാം ശരിയാണ്. അപ്പോൾ ഈ 3 പോയിന്റും എന്താ ഓർത്ത് വെച്ചേക്കുന്നത്? നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 അഡീഷണൽ പോയിന്റ് ആണ് ഈ ചോദ്യത്തിലൂടെ കിട്ടുന്നത്. അത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം, 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഉത്തരം ലോകായുക്ത ബില്ല് 2022. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകായുക്ത ബില്ലിനെ പറ്റി നമ്മൾ ഒരുപാട് വാർത്തയിലായി കേട്ടതാണ്. അപ്പോൾ ഉത്തരം ലോകായുക്ത ബില്ല് 2022. അടുത്തത്, 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. അപ്പോൾ താഴെ ഈ തന്നിരിക്കുന്നത് പത്മ പുരസ്കാരം ലഭിച്ച ആളുകളുടെ പേരാണ്. അതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ഓപ്ഷൻ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2024 കേട്ടോ ചോദിച്ചിരിക്കുന്നത്. 2024 ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫാത്തിമ ബീവി, മിഥുൻ ചക്രവർത്തി, സീതാറാം ജിൻഡൽ, ഉമാശങ്കർ പാണ്ഡെ. ഉമാശങ്കർ പാണ്ഡെക്ക് 2024 പത്മ പുരസ്കാരം കിട്ടിയിട്ടില്ല. 2023 ലഭിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഭൂഗർഭ ജല സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഉമാശങ്കർ പാണ്ഡെക്ക് 2023 പത്മശ്രീ ലഭിച്ചത്. ബാക്കി 3 പേർക്കും 2024 പത്മ പുരസ്കാരം കിട്ടി. ഇവിടെ ഫാത്തിമ ബീവിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. അപ്പോൾ ഇതിനകത്ത് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 4 ഓൺലി. ഉമാശങ്കർ പാണ്ഡെ എന്ന ഓപ്ഷൻ തെറ്റാണ്. 2024 കിട്ടിയത് 2023. ഓക്കെ. അടുത്ത, 2023 180-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. 2023 180-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 2023 180-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. അദ്ദേഹമാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. 1905 സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ. അടുത്ത, 2023 ഡിസംബറിൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. 2023 ഡിസംബറിൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കമുണ്ടായി. അതിന് കാരണമായ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് മിഷോങ്. മിഷോങ് ചുഴലിക്കാറ്റ്. മിഷോങ് ചുഴലിക്കാറ്റാണ്. ഈ ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന് പേര് നൽകിയത് മ്യാൻമാറാണ്. മ്യാൻമാറാണ് മിഷോങ് എന്ന പേര് നൽകിയത്. അടുത്ത, കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിക്കാലം. കേരളത്തിലെ 14-ാം പഞ്ചവത്സര പദ്ധതിക്കാലം കേരളത്തിലെ 14-ാം പഞ്ചവത്സര പദ്ധതിക്കാലം 2022 മുതൽ 2027 വരെ. കേരളത്തിലെ 14-ാം പഞ്ചവത്സര പദ്ധതിക്കാലം 2022 മുതൽ 2027 വരെ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? അപ്പോൾ R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? മലേറിയയാണ് കേട്ടോ. മലേറിയയാണ് പ്രതിരോധിക്കുന്നത്. R21 അല്ലെങ്കിൽ മെട്രിക്സ് M വാക്സിൻ മലേറിയയാണ്. ഓക്കെ. അടുത്ത ഒരു ഫാക്റ്റ് ആണ്. വിയറ്റ്നാമിലെ പോളിവാക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കുട്ടികൾക്കായി 5-ാം പനി, റുബല്ല എന്നിവയ്ക്കുള്ള വാക്സിൻ പുറത്തിറക്കിയത് ആരാണ്? ഇന്ത്യയിലെ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ആണ്. IIL ആണ് വിയറ്റ്നാമിലെ പോളിവാക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കുട്ടികൾക്കായി 5-ാം പനി, റുബല്ല എന്നിവയ്ക്കുള്ള വാക്സിൻ വികസിപ്പിച്ചത് അല്ലെങ്കിൽ പുറത്തിറക്കിയത് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ്. IIL ആണ്. അടുത്തത്, ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച് വികസിപ്പിച്ച ന്യൂമോണിയ വാക്സിൻ. ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് കോഞ്ചുഗേറ്റ് വാക്സിൻ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച് വികസിപ്പിച്ച ന്യൂമോണിയ വാക്സിൻ. ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് കോഞ്ചുഗേറ്റ് വാക്സിൻ. ഇന്ത്യയിൽ വികസിപ്പിച്ച വാക്സിനാണ് കേട്ടോ. ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് കോഞ്ചുഗേറ്റ് വാക്സിൻ. സ്ഥാപനം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത്. ന്യൂമോണിയ എന്ന രോഗത്തിനെതിരെ കോവിഡൊക്കെ വന്ന സമയത്ത് വളരെ അപകടകരമായിട്ട് മാറിക്കൊണ്ടിരുന്ന രോഗമായിരുന്നു ന്യൂമോണിയ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അതിനെതിരെ ഇന്ത്യ വികസിപ്പിച്ച വാക്സിനാണ് ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് കോഞ്ചുഗേറ്റ് വാക്സിൻ. സ്ഥാപനം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അടുത്തത്, സുരക്ഷിത ഊഷ്മാവിൽ വാക്സിനുകൾ, രക്തം, മറ്റു വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ IoT
ഉപകരണം. ആംബി ടാഗ് ആണ് കേട്ടോ, ആംബി ടാഗ് ആണ്. വികസിപ്പിച്ചത് IIT റോപ്പറാണ്. പഞ്ചാബിലെ IIT റോപ്പറാണ് ആംബി ടാഗ് വികസിപ്പിച്ചത്. ഓക്കെ, കൊക്കൈൻ പോലുള്ള ലഹരി വസ്തുക്കൾക്കെതിരെ ബ്രസീലിയൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച വാക്സിൻ കാലിസ് കോക്കയാണ് കൊക്കൈൻ പോലുള്ള ലഹരി വസ്തുക്കൾക്കെതിരെ ബ്രസീലിലുള്ള ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച വാക്സിൻ കാലിസ് കൊക്ക. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2024 G20 ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിൽ വെച്ചാണ് അല്ലേ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് G20 ഉച്ചകോടി നടക്കുന്നത്. നമ്മൾ G20 ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ക്ലാസ് നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കാണുക. 2023 G20 നടന്നത് ഇന്ത്യയിൽ വെച്ചാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 G20 നടന്നത് ഇന്ത്യയിൽ വെച്ചാണ്. അപ്പോൾ 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? അപ്പോൾ COP28 നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ കണ്ടതാണ് അല്ലേ. കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് 28 നടന്നത് എവിടെ വെച്ചാണ്? UAE വെച്ചാണ്. നമ്മൾ നേരത്തെ ദുബായ് എന്ന ഉത്തരവുണ്ടായിരുന്നു. ദുബായ് എന്താണ്? UAE തന്നെയാണ് അല്ലേ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE തന്നെയാണ്. അപ്പോൾ UAE ദുബായിൽ വെച്ചാണ് COP28 സമ്മേളനം നടന്നത് 2023. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ COP29 അടുത്തത് നടക്കുന്നത്, അതായത് 2024 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP29 വേദി ബാക്കു ആണ്. അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ വെച്ചാണ് COP29 2024 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP29 നടക്കുന്നത്. COP28 2023 നടന്നത് ദുബായിൽ വെച്ചാണ്, UAE ദുബായിൽ വെച്ചാണ്. അടുത്തത് 2023 ആസിയൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യയാണ്. 2023 ആസിയൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ ആയിരുന്നു. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചാണ് 2023 ആസിയൻ ഉച്ചകോടി നടന്നത്. 2026 ആസിയൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത്, അടുത്ത ആസിയൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫിലിപ്പീൻസിൽ വെച്ചാണ് 2026 ആസിയൻ ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ, 74ാമത് നാറ്റോ ഉച്ചകോടി വേദിയായത്, 74ാമത് നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് വിൽനിയസ് ആണ്. ലിത്വാനിയയിലെ വിൽനിയസിൽ വെച്ചാണ് 74ാമത് നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത്, അല്ലെങ്കിൽ നാറ്റോ ഉച്ചകോടി നടന്നത്. 12ാമത് വേൾഡ് ബാംബു കോൺഫറൻസ്, 12ാമത് വേൾഡ് ബാംബു കോൺഫറൻസ് 2024 നടന്നത് എവിടെ വെച്ചാണ്? തായ്വാനിൽ വെച്ചാണ് 2024 12ാമത് വേൾഡ് ബാംബു കോൺഫറൻസ് നടന്നത്, കോൺഗ്രസ് നടന്നത്. ഓക്കെ, 45ാമത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷൻ, 45ാമത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷൻ്റെ വേദി റിയാദാണ്. സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ് 45ാമത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷൻ നടന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ വേദി സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായും 2023 2024 കാലയളവിൽ PSC പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ഏകദേശം മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് PSC കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതിനകത്ത് സ്പോർട്സ് ഉണ്ട്, സിനിമയുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അതേപോലെ തന്നെ പുരസ്കാരങ്ങളുണ്ട്, വേദികളുണ്ട്, വിയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ മേഖലകളൊക്കെ നിങ്ങൾ എന്താണ് കൂടുതൽ പോയിന്റ്സ്, ഈ 2 വർഷം നടന്ന കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യുക. ഈ മേഖലകളുടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ, വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഉറപ്പായിട്ടും അത് കാണണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് തന്നെ ഇനി റിവിഷൻസ് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റണ്ടേ. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്